നിങ്ങൾ ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു ലൈഫ് കോച്ചിന്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ലൈഫ് കോച്ചിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഫുൾ ടൈം ക്ലാസ് എടുക്കൽ മാത്രമല്ല കേട്ടോ. ഇറ്റ്സ് അബൌട്ട് മൈൻഡ് സെറ്റ്, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ, എൻജോയിങ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബീച്ച് ഡെസ്റ്റിനേഷനിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? ടുഡേയ്സ് റീഡേഴ്സ് ആർ ടുമോറോസ് ലീഡേഴ്സ് എന്നാ പറയുക. രാവിലെ തന്നെ വായന ഒരു ശീലമാക്കുക. എൻ്റെ എല്ലാ ദിവസങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പവർഫുൾ മോർണിംഗ് റൊട്ടീനോട് കൂടിയാണ്. മെഡിറ്റേഷനും യോഗയും അതുപോലെ തന്നെ റീഡിങ്ങും അഫർമേഷനും ഒക്കെ എൻ്റെ ലൈഫിൻ്റെ ഭാഗമായി കഴിഞ്ഞു. മോർണിംഗ് പ്രാക്ടീസ് കഴിയുമ്പോൾ പിന്നെ സ്റ്റുഡൻസിൻ്റെ മെസ്സേജസ് ഒക്കെ ചെക്ക് ചെയ്ത് അതിനുള്ള റിപ്ലൈയും കൊടുക്കും. ഒരുപാട് സന്തോഷം ഈ ഒരു സാഹചര്യത്തിൽ അത്രയും ഹാപ്പി ആയിരിക്കാൻ പറയുന്നത് അല്ലേ സുധീഷ്? ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നേനെ? കോച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ് കേട്ടോ. ഞാൻ സ്റ്റുഡൻസിനെ അവരുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാനും നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്നും പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്താനും അവരുടെ ലൈഫിലെ എല്ലാ ഏരിയാസിലും അവരെ സക്സസ്ഫുൾ ആകാനും ഞാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അവരൊക്കെ ലൈഫിൽ സക്സസ്ഫുൾ ആയി അവരൊക്കെ സൂപ്പർ ഹാപ്പി, അവർ ഓരോ റിസൾട്ടുകളും ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതെനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ, അതായത് 2025 നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഗോൾ എന്താണ്? എല്ലാവരും കമന്റ് ചെയ്തേ. സെൽഫ് ലവിനും സെൽഫ് കെയറിനും അതുപോലെ അഡ്വെഞ്ചറിനും ഒക്കെ നമ്മുടെ ലൈഫിൽ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എപ്പോഴും ക്ലാസ് എടുക്കൽ മാത്രമായി കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയി മാറും. അപ്പോൾ നിങ്ങളെ ഞാനൊരു ബീച്ച് ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോവാണ്. എല്ലാവരും ടീച്ചർമാർക്ക് ഇപ്പം വരികയല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വർക്കല ബീച്ചിലേക്കാണ് കേട്ടോ. നമ്മൾ വർക്കലയിൽ എത്തിയപ്പോൾ ഇവിടെ ലെവൽ ക്രോസ് അടച്ചിട്ടേക്കാണ്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ലെവൽ ക്രോസ് ഓപ്പൺ ആയിട്ട് നമുക്ക് പോകാം. ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ ലെവൽ ക്രോസ് ഓപ്പൺ ആയി. നമ്മൾ ലെവൽ ക്രോസിലൂടെ അപ്പുറം കിടക്കുകയാണ് കേട്ടോ. ഇതാണ് വർക്കല പുന്നമൂട് ജംഗ്ഷൻ. വർക്കല കുരക്കണ്ണിയിലോട്ട് പോകുന്ന റോഡാണ്. കുരക്കണ്ണി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വർക്കല ബീച്ചിനോട് ചേർന്നുള്ളൊരു സ്ഥലം തന്നെയാണ്. ബ്ലാക്ക് ബീച്ചിനോട് ചേർന്ന് ഇരിക്കുന്നൊരു സ്ഥലം. നിങ്ങൾ വർക്കല വന്നിട്ടുണ്ടോ? വന്നിട്ടുള്ളവര് വർക്കല വന്നിട്ടുണ്ട് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. വർക്കല നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. വിദേശികളൊക്കെ വരാൻ ഇഷ്ടപ്പെടുന്നത്. എന്താ കേരളത്തിലെ ചേട്ടൻ എന്താ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? അതായത് വിദേശികളെ വെൽക്കം ചെയ്യുന്ന കേരളത്തിലെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വർക്കലയാണ്. ഏറ്റവും കൂടുതൽ വിദേശികളെ വെൽക്കം ചെയ്യുന്ന കേരളത്തിലെ സെക്കൻഡ്. ഫസ്റ്റ് ഏതായിരുന്നു? ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് തേക്കടിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് വർക്കലയാണ് അല്ലേ. വർക്കലയിൽ വിദേശികൾ അത്രത്തോളം വന്നു ചേരുന്ന സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ തണുപ്പാകുന്ന സമയത്തായിരുന്നു കൂടുതലും വിദേശികൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കലയിൽ അങ്ങനെ സീസണും ഓഫ് സീസണും ഇല്ല. കാര്യം നോർത്ത് ഇന്ത്യൻസും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, ആന്ധ്ര, തെലങ്കാന അങ്ങനെയൊക്കെയുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പം ഈ ട്രാവൽ വ്ളോഗ്സും അതുപോലെ ഈ സോഷ്യൽ മീഡിയക്ക് ഇത്രയും പോപ്പുലർ ആയപ്പോഴത്തേക്കും എല്ലാവരും ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് കൊറോണയ്ക്ക് ശേഷം ആളുകളുടെ കൺസെപ്റ്റേ മാറി. കൊറോണയ്ക്ക് ശേഷം ആൾക്കാരുടെ കൺസെപ്റ്റ് മാറാൻ മെയിൻ കാരണം നമുക്ക് മനസ്സിലായി. ഇപ്പം നമ്മളൊരു വീട്ടിൽ തന്നെ ഒരു ഏകദേശം ഒരു 6 മാസത്തോളം വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് ആസ്വദിക്കാൻ പറ്റൂ എന്നുള്ളത്. ഇപ്പൊ ആ കൊറോണയ്ക്ക് ശേഷം ആൾക്കാരെല്ലാം കൊറോണയും ഫ്ലഡും ഒക്കെ വന്നതിന് ശേഷം ആളുകളുടെ തോട്ട് പ്രോസസ്സ് മാറി. ട്രാവൽ ഏജൻസികളൊക്കെ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പിന്നെ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അധികം ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർക്ക് മനസ്സിലായി ഇങ്ങനെ കുറെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ലൈഫ് ആസ്വദിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഇപ്പൊ എല്ലാ ആളുകളും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ട്രാവൽ വ്ളോഗ്സ് ഒക്കെ കാണുകയും അതുപോലെ അവർ കൂടുതൽ ഫേസ്ബുക്കിലും പിന്നെ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാം എന്നൊക്കെയുള്ളൊരിത് കൊണ്ട് തന്നെ എല്ലാവരും യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ലൈഫ് ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഓഫ് സീസൺ എന്ന് പറയുന്നതേ ഇല്ല വർക്കല.
ഇപ്പോഴും സീസൺ തന്നെയാണ്. നല്ല വൈബുള്ള ഒരുപാട് റിസോർട്ടുകളും ഹോട്ടലുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. കാർ ഒതുക്കിയ ശേഷം നമ്മൾ നേരെ ബ്ലാക്ക് ബീച്ചിനടുത്തേക്ക് പോവാണ് കേട്ടോ. പണ്ട് മുതലേ ഒരു ശീലമാണ് എനിക്ക് കേട്ടോ. ഞാൻ ഇങ്ങനെ എവിടെ പോയാലും ചേട്ടൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. നിങ്ങളും അങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ബ്ലാക്ക് ബീച്ചിലേക്ക് എത്തിയേക്കാണ്. ബ്ലാക്ക് ബീച്ച് കണ്ണനും ചേട്ടനും ദേ നിൽക്കുന്നുണ്ട്. ചേട്ടാ, ബ്ലാക്ക് ബീച്ചിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബ്ലാക്ക് ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ചെറിയ ഡെസ്റ്റിനേഷനാണ്. ഒരുപാടുപെട്ട ആർക്കും ഈ ഡെസ്റ്റിനേഷനെ കുറിച്ച് ആർക്കും അറിയത്തില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്നവർ എല്ലാവരും പാവനാശി ബീച്ചിലോട്ടാണ് പോകുന്നത്. ഇതൊരു ചെറിയൊരു ബീച്ചാണ് കേട്ടോ. നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു നേച്ചറാണ് ഇവിടെ ഉള്ളത്. വളരെ ശാന്തമായ, കൂടുതൽ തിക്കും തിരക്കും ഇല്ലാത്ത, അതുകൊണ്ട് തന്നെയാണ് വിദേശികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ബ്ലാക്ക് ബീച്ചിലോട്ട് വരാനാണ്. നമ്പറൊക്കെ അടിച്ചേക്കുന്ന സ്റ്റിക്കർ അത് രണ്ടെണ്ണം എടുത്ത് കുടിച്ച് ഇറക്കം നോക്കട്ടെ. രാവിലെ ആയോണ്ടേ. അല്ല, അതിനകത്ത് കരിക്കില്ല. ശരിക്കും നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. വർക്കല ക്ലിഫിൽ നിന്നുള്ള വ്യൂസ് ആരുടെയും മനം മയക്കുന്നതാണ്. അടിപൊളി വൈബാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നോക്ക്, സൂപ്പറാണ് കേട്ടോ. 14 കിലോമീറ്റർ. ഞങ്ങൾ സ്ഥിരം വരുന്നതാണ് മിക്കവാറും സൺഡേസിലൊക്കെ. ഇതൊക്കെ ഒന്ന് കാണിച്ചെടുത്തേ. വൈബുള്ള റിസോർട്ടാന്ന് നോക്കിയല്ലേ. ഇഷ്ടമായ. വർക്കല സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും വർക്കല വായോ. നമ്മൾ പിന്നെ മാൽദീവ്സിൽ പോയപ്പം അവിടുത്തെ കടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലൂ കളറാണ് അവിടുത്തെ സീ എന്ന് പറയുന്നത്. ആഴത്തിലുള്ള നീല കളറും പിന്നെ ഒരു ഇടയ്ക്കൊരു ഗ്രീനും കൂടെയാണ്. ഇവിടുത്തെ കടലിന് വേറൊരു കളറാണ്. ഇതൊരു ഗ്രീൻ കളറാണ്. വർക്കല ഒരു സൂപ്പർ ഡെസ്റ്റിനേഷനാണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫോറിനേഴ്സ് വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. നമ്മൾ UK പോകുന്ന പോലെ അവരവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. ശരിക്കും നമ്മൾ പറയത്തില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞ അവസ്ഥയാണ്. നമ്മുടെ വീടിനടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു വിലയില്ല കേട്ടോ. കടലിന് അഡ്ജസൻ്റ് ആയിട്ട് ക്ലിഫ് വരുന്ന കേരളത്തിലെ ഒരേ ഒരു പ്ലേസ് ആണ് കേട്ടോ വർക്കല എന്ന് പറയുന്നത്. വർക്കല ക്ലിഫ്. ഈ ക്ലിഫിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഈ ക്ലിഫിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ കഫേസ്, യോഗ സെൻറ്റർ, സുവിനീർ ഷോപ്പുകൾ, ക്ലോത്ത്സിൻ്റെ ഷോപ്പുകൾ നമുക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റും. വളരെ നല്ല ഭംഗിയാണ് ഇവിടെ നിന്നുള്ള കടലിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. പാരാഗ്ലൈഡിങ്, അതുപോലെ ട്രക്കിങ്, ക്ലിഫിലൂടെയുള്ള ട്രക്കിങ്, ആയുർവേദിക് സ്പാസ് ഒക്കെ ഇവിടെ വളരെ പോപ്പുലറായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. വർക്കലയിലെ മെയിൻ ബീച്ച് എന്ന് പറയുന്നത് പാപനാശം ബീച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ബീച്ച് വളരെ ക്വയറ്ററായിട്ടുള്ളൊരു പ്ലേസ് ആണ്. അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റിലാക്സേഷൻ കിട്ടുന്നൊരു പ്ലേസ് ആണ്. വലിയ ആൾത്തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിദേശീയർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ പ്രദേശങ്ങളാണ് കേട്ടോ. ഇവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് ആ കടലിൻ്റെ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യുന്ന വിദേശികളെ നമുക്ക് കാണാവുന്നതാണ്. വർക്കല ക്ലിഫിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് ബീച്ചിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. കണ്ണമോൻ ദേ ഇറങ്ങിപ്പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. മല അടിച്ച് അതിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. നല്ല ഉരുണ്ട് പ്രത്യേക ഒരു ഷേപ്പിലായിട്ടുണ്ട്. സ്കീയിങ്ങിന് പോകുന്നുണ്ട്.
അടിപൊളി. മാക്സിമം ആസ്വദിക്കണം അല്ലേ ഏട്ടാ? ഇനിയിപ്പോൾ നമ്മുടെ ലൈഫ് ഫുള്ള് ട്രാവലിങ്ങും എൻജോയ്മെന്റും സെലിബ്രേഷനും അല്ലേ? അതാണ് ലൈഫ്. അല്ലാണ്ട് പലരും ജീവിതം ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കുന്നേ ഇല്ല. അവരാണെങ്കിൽ എന്താ പറയാ, വീട് വിട്ട് പല പല പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായി? പല പല പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യരിലും പല പല പ്രശ്നങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കാതെ ലൈഫിനെ അങ്ങോട്ട് ആസ്വദിക്കാൻ തുടങ്ങി കഴിഞ്ഞു. നേരത്തെ കഴിഞ്ഞ ദിവസം ആരോ പിന്നെ ഇതിലൊരു കമന്റ് ഇട്ടേക്കുന്ന കണ്ടു, ടീച്ചറെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ കയ്യിൽ പൈസ വേണം. ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാലേ പൈസ, ഹാപ്പിനെസ് വന്നാലേ പൈസ നമ്മളിലേക്ക് വരത്തുള്ളൂ കേട്ടോ. അതെ അതെ അതെ, അത് അറിഞ്ഞുകൂടാത്ത ഇട്ടതാണ്. ഞങ്ങൾക്ക് രാവിലെ തന്നെ വർക്കല വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ബീച്ചിലേക്ക് വന്നത് കേട്ടോ. അയ്യോ, അടിപൊളി. ശരിക്കും ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈഫ് അടിപൊളിയാണ്. വർക്കലയിലേക്ക് വരാനാണെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിന് വരുവാണെങ്കിൽ എയർപോർട്ട് ഇവിടെ നിന്നൊരു 40 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ ട്രെയിനിന് വരികയാണെങ്കിൽ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട് ബീച്ചിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെ. റോഡ് മാർഗം നിങ്ങൾ വരികയാണെങ്കിൽ ട്രിവാൻഡ്രം കൊല്ലം ആ റോഡാണ്. ചില ആൾക്കാർ എല്ലാവരും പാവനാശി ബീച്ചിൽ പോകത്തേണ്. ഈ ബ്ലാക്ക് ബീച്ചിനെ കുറിച്ച് അങ്ങനെ വലിയ എല്ലാവർക്കും അറിയത്തില്ല. വർക്കല ബീച്ചും അതുപോലെ ക്ലിഫും ഒക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് കേട്ടോ. കാര്യം ഈ സമയത്ത് നല്ല പ്ലസന്റ് വെതർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബീച്ച് ആക്ടിവിറ്റീസും കറക്റ്റായിട്ട് ചെയ്യാനും അതുപോലെ സൈറ്റ് സീയിങ്ങിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമാണ് ഇത്. ഇവിടെ ലക്ഷറി ഹോട്ടലും അതുപോലെ മിഡ് റേഞ്ചിലുള്ളതും ബഡ്ജറ്റ് ഹോട്ടൽസും ഒക്കെ അവൈലബിൾ ആണ്. ബീച്ചിലെ ആളൊഴിഞ്ഞ കോണിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആ സമയത്താണ് എനിക്ക് കൂടുതൽ ഇൻഡ്യൂഷൻസ് ലഭിക്കുന്നത്. വാ വാ വാ, ഒരു കാര്യം കാണിച്ചു തരാം. നോക്കേ, നല്ല ഒരു പ്രത്യേക ഷേപ്പ്. ഓക്കെ, ആ ബിൽഡിങ് വാവ്, അമേസിങ് അല്ലേ? അടിപൊളിയല്ലേ? നമ്മൾ ക്ലിഫിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ക്ലിഫ് എന്ന് പറയുമ്പോൾ ദേ വളരെ നാരോ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും താഴ്ചയിലാണ് കടൽ. ഇവിടെ ഒരു നാരോ സ്പേസ് മാത്രമേ ഉള്ളൂ. ഇത്രയും താഴ്ചയിലാണ് കടൽ കേട്ടോ. ഈ ഒരു ക്ലിഫ് വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്, അമേസിങ് ആണ്. ക്ലിഫിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? ഇപ്പോൾ എഡ്ജിൻ്റെ വാർണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ പൊക്കത്തിലൂടെ എങ്ങനെ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക്. വളരെ ചെറിയൊരു നാരോ സ്പേസാണിത് കണ്ടോ. അവിടെ നിന്ന് താഴെയാണ്. നമ്മൾ ബ്ലാക്ക് ബീച്ചിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 0.001% പോലും വർക്കല നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ബ്ലാക്ക് ബീച്ചിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഒരുപാട് കാണാനുണ്ട്. അതുപോലെ മെയിൻ ബീച്ചിൽ പോയിട്ടില്ല. ശരിക്കും വർക്കലയുടെ യഥാർത്ഥ ഭംഗി ഇതൊന്നുമല്ല, ഒത്തിരി കാണാനുണ്ട് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രം വർക്കല, അപ്പോൾ ഞാൻ ശരിക്കും ചേട്ടനെന്ത് കിളി പോയോ. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതൊക്കെ ഇനി വരുന്ന വ്ളോഗിൽ ടീച്ചറമ്മ തീർച്ചയായിട്ടും കാണിച്ചു തരാം കേട്ടോ. അതെ, ടീച്ചറമ്മയുടെ നാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അത് ഇനി വരുന്ന വ്ളോഗുകളിലൂടെ ടീച്ചറമ്മ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, ലവ് യു.